मैं तो आशिक हूँ नबी का, 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 मैं तो आशिक हूँ नबी का। अल्हम्दुलिल्लाहि रब्बिल आलमीन अस्सलातु वस्सलामु अला अशरफिल अंबियाइ वल मुरसलीन वअला आलिहि वसहबिहि अजमईन अम्मा बअद फ़इन्न खैरल कलामि कलामुल्लाह व खैरल हदी हदी सय्यिदिना मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअ व कुल्लु बिदअतिन ज़लालह व कुल्लु ज़लालतिन फिन्नार। बिस्मिल्लाहि मा शा अल्लाहु कान ला हौल वला कुव्वत इल्ला बिल्लाहिल अलिय्यिल अज़ीम। बिस्मिल्लाहिर रहमानिर रहीम। वत्तीनि वज़्ज़ैतूनि वतूरि सीनीन वहाज़ल बलदिल अमीन। लक़द ख़लक़नल इंसान फ़ी अहसनि तक़वीम। सदक़ल्लाहुल अलिय्युल अज़ीम। मौलिदुहु बिमक्कतल आमीना वफ़ातुहु बित्वय्बतल मदीना। अतम्म क़बिलल वही अर्बईना व उम्रुहु क़द जावज़ सित्तीना। അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലൊക്കെ പൊരുത്തപ്പെട്ട മാർഗത്തിലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും നാം ചെയ്തു പോയ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാവിധ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹൽ ഫള് കൊണ്ടും ഈ ഇൽമിൻ്റെ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളായ ഒരുപാട് ഉമ്മമാർ, കുഞ്ഞുങ്ങൾ, വൃദ്ധന്മാർ, യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങിയ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ശത്രുക്കളുടെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ വിശ്വാസികളുടെയും എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും യുദ്ധക്കെടുതികളിൽ നിന്നും ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അള്ളാഹു അവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ശാന്തിയും സമാധാനവും നൽകി സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം അള്ളാഹു കനിഞ്ഞരുളുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വഫാത്തായത്, എത്രാം വയസ്സിലാകുന്നു പ്രവാചകർക്ക് വഹി ലഭിച്ചത്, വഫാത്താകുമ്പോൾ അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു, എത്രാം വയസ്സിലാണ് അവർ ഹിജറ പോയത് തുടങ്ങിയ എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. അതിലെന്തിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ടെങ്കിലും ചോദിക്കുന്നവരുണ്ടാവാം. അതെല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷേ എല്ലാവർക്കും അറിയുന്നത് എങ്ങനെയാണ്? അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. അറിയുന്നവർ തന്നെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കാത്തവരുമുണ്ടാകാം, മൊത്തത്തിൽ മനസ്സിലാക്കിയവരുണ്ടാകാം, വിശദമായ നിലക്ക് മനസ്സിലാക്കാത്തവരുമുണ്ടാവാം. ഏതായിരുന്നാലും അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം നെയ്യപ്പത്തിൽ അപ്പത്ത് നെയ്യേറിയതുപോലെ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ അതല്ലാത്തവർക്കാണെങ്കിലോ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിച്ചവർ ഒന്നുകൂടി ഉറപ്പിക്കാൻ തൻ്റെ പിൻഗാമികൾക്കത് പകർന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ബാധ്യത നിർവഹിക്കാൻ എല്ലാത്തിനും അള്ളാഹു ഇത് ഉപകരിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.
പിന്നെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്തായിരുന്നു? ചെറുപ്പകാലം അല്ലേ? അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അതെ നമ്മുടെ വിഷയത്തിലേക്ക് വരാവുന്നതാണ്. എന്താ നമ്മൾ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്തിലുള്ള ജീവിതവും 4 വയസ്സ് വരെ അല്ലെങ്കിൽ 5 വയസ്സ് വരെ, 5 വയസ്സ് കടക്കുന്നത് വരെ ഹലീമാവിയുടെ അടുത്ത് കഴിഞ്ഞുകൂടിയ ഏതാനും 5 6 അല്ലെങ്കിൽ 8 9 ദിവസം മാത്രമാണ് ആമിന റളിയല്ലാഹു തആല അൻഹ മുല കൊടുത്തത്. പിന്നീടൊക്കെ കാര്യമായി മുല കൊടുത്തത് ഹലീമ ബീവി ആയിരുന്നു. പിന്നെ കുറച്ചു കാലം സുവൈബത്തുൽ അസ്ലമിയെയും മുല കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 സ്ത്രീകളാണ് ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ചിട്ട്. പിന്നെ ബനി സാദിലെ തന്നെ മറ്റൊരു സ്ത്രീ മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ല, നബിയുടെ മകൻ ഇബ്രാഹിം എന്നവർക്കാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായമെന്ന് ചില ഉലമാക്കളൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ആ വിഷയം കഴിഞ്ഞ് ഇനി എന്താ അടുത്തത്? ബഹുമാനപ്പെട്ട അഹമ്മദുൽ മർസൂഖി അൽ ഹസനി റഹിമഹുല്ലാ തൻ്റെ അഖീദത്തുൽ അവാം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത്, മൗലിദുഹു ബി മക്കത്തൽ ആമീന, മൗലിദുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ബി മക്കത്തൽ അമീന വിശ്വസ്തമായിരിക്കുന്ന മക്കയിലാകുന്നു. അവിടുത്തെ ജനനേ അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന വീട് സന്ദർശിച്ചവർ എത്ര ആളുണ്ട് ഈ റൂമിൽ? ഉള്ളവരൊന്ന് എസ്സടിക്ക്. മക്കയിൽ പോയവർക്കായിരിക്കും തീർച്ച തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന വീട് സന്ദർശിച്ചവർ മാഷാ അല്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ ഉള്ളത്? വീടായിട്ടാണോ അല്ലെങ്കിൽ അതൊരു ഇസ്ലാമിക് ലൈബ്രറി ആയിട്ട് ഏറ്റവും പൗരാണികമായ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ശേഖരം തന്നെ അതിലുണ്ട്. പ്രത്യേകിച്ച് ആ ലൈബ്രറിയുടെ ഒരു എടുത്തു പറയേണ്ട ഗുണമെന്ന് പറയുന്നത് അതിലൊരുപാട് കയ്യെഴുത്ത് പ്രതികളുടെ സമാഹാരമുണ്ട്. കയ്യെഴുത്ത് പ്രതികൾ അതിൽ ഒരുപാട്. കാരണം പഴയ കാലങ്ങളിലൊക്കെ തന്നെ ഏത് കിതാബ് ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊരു നുസ്ഖ എവിടെ കൊണ്ടുകൊടുക്കുമായിരുന്നു? മക്കത്ത് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ തന്നെ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങളുടെ നുസ്ഖ നെറ്റിൽ തന്നെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ സാധിക്കും, അതിൻ്റെ ലിസ്റ്റുകൾ തന്നെ. അപ്പോൾ പഴയ കാലത്തൊക്കെ തന്നെ അതെ അത് അധിക സമയങ്ങളും പൂട്ടിയിടൽ തന്നെയാണ്. അതിന് ഒരു നിശ്ചിത സമയമുണ്ട് അവർക്ക്. ആ സമയത്ത് മാത്രമേ അവർ തുറന്നു കൊടുക്കും. എന്നാലും ഒരുപാട് കാലും കൈയൊക്കെ പിടിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അവർ കടക്കാൻ സമ്മതിച്ചില്ല. അവിടുത്തെ മുത്തവനോട് സംസാരിച്ചിട്ട് അയാൾ വൈകുന്നേരം വരാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അതിന് സൗകര്യപ്പെട്ടിട്ടില്ല. ചിലക്കൊക്കെ ആ സമയത്ത് നോക്കി പോയാലൊക്കെ ഉള്ളിൽ ആളുകളുണ്ട്. പക്ഷേ പൊതുവിൽ അങ്ങനെ അങ്ങോട്ട് വിടുന്നില്ല. ഏതോ ആവട്ടെ, അതിനൊക്കെ അതിൻ്റെ മാലഹും മാലഹിയും ഒക്കെ അവർ ഏറ്റുള്ള. പക്ഷേ അവിടെ ഇന്നിപ്പോൾ എന്താണ്? അത് ഏതായാലും അതവിടെ ഇനിയിപ്പോൾ എന്ത് പേര് മാറ്റിയിട്ടും കാര്യമല്ല. അത് ലോകം അറിഞ്ഞുപോയി. ഗ്രന്ഥങ്ങളിലും എല്ലാത്തതിലൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സ്ഥലമാണ് എന്ന് അറിയപ്പെട്ടു പോയ ഒരു സ്ഥലമാണത്. അപ്പം പിന്നെ അവിടെ പഴയ സൂഖുൽ അറബ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പഴയ കാലത്തുള്ള പേര് സൂഖുൽ അറബ് എന്നാണ്. പഴയ കാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസങ്ങൾ പഴയ കാലം മുതൽക്ക് തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ റബീഉൽ 12 ആയാൽ ആ ഭാഗത്തേക്ക് പോയി മൗലിദ് മോദി ആ ഭാഗത്തേക്ക് ചെന്നിട്ട് മൗലിദ് ആഘോഷം നടത്താറുണ്ടായിരുന്നു. ഖസ്തല്ലാനി പോലെയുള്ള കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് മൗലിദുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ബി മക്കത്തൽ അമീന വിശ്വസ്തമായിരിക്കുന്ന മക്കയിലാകുന്നു. എന്താ ഈ വിശ്വസ്തമായ മക്ക?
വിശ്വസ്തമായ മക്ക എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസ്തമായ മക്കയാണത്? പിന്നെ ജാഹിലിയ കാലഘട്ടത്തിലും അത് ആ മക്ക ഒരു സമാധാനം ലഭിക്കുന്ന ഭൂമിയാണ്. ഇസ്ലാമിലും ജാഹിലിയത്തിലും അമ്ന് ലഭിച്ചിരുന്ന ഭൂമിയാണ് മക്ക. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് അമീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ വിശേഷിപ്പിച്ചത് കാണാലോ. ഞാനിപ്പോൾ തുടക്കത്തിൽ ഓതിയ ആയത്ത് വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീൻ. വത്തീനി വസ്സൈത്തൂനി, വത്തീനി അള്ളാഹു തആല സത്യം ചെയ്ത് പറയാം. വത്തീനി അത്തിപ്പഴത്തെ തന്നെ സത്യം എന്ന് കാണാം. വസ്സൈത്തൂനി, സൈത്തൂന് തന്നെ സത്യം. വത്തൂരി സീനീന, തൂരി സീന പർവ്വതത്തിന് തന്നെ സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തമായിരിക്കുന്ന നാടിനെ തന്നെയാണ് സത്യം. അപ്പം എന്താ ഈ 3 സ്ഥലങ്ങൾ? വത്തീൻ, ഈ അത്തീന് കൊണ്ട് ഉദ്ദേശം അപ്പോൾ ഒന്ന് സാന്ദർഭികമായി പറയുന്നത് നമ്മൾ വിഷയ ബന്ധമുള്ളതല്ല. എന്നാലും തീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖിലാഫ് അതിലുണ്ട്. പക്ഷേ ചിലർ പറയുന്നത് ദമിഷ്കിലെ പള്ളിയാണ് എന്ന്, ഡമസ്കസിലെ ആ പള്ളി. ചിലരൊന്ന് അതിനടുത്തുള്ള ഒരു പർവ്വതമാണ് എന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മസ്ജിദ് അസ്ഹാബുൽ കഹഫിൻ്റെ സ്മരണാർത്ഥം എടുക്കപ്പെട്ട ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാകുന്നു വത്തീനി കൊണ്ട് ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ടവർ കഅബ് എന്ന് അവരെന്ന് ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അസ്ഹാബുൽ കഹഫിൻ്റെ പള്ളി എന്ന് പറയുന്നത് സൂറത്തുൽ കഹഫ് തന്നെ നമുക്ക് ഓതാൻ സാധിക്കും. ഖാലില്ലദീന ആമനു ലനത്തഖദന്ന അലൈഹിം മസ്ജിദ, അല്ലേ? ലനത്തഖദന്ന അലൈഹിം മസ്ജിദ, നാം എന്ത് ചെയ്യുന്നു? അവരെ മേലെ ഒരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഖാലില്ലദീന ഗലബു അലാ അംരിഹിം എന്നാ, അല്ലേ? അതെ. അപ്പം പിന്നെ സഹാബുൽ കഹഫിൻ്റെ സ്മരണാർത്ഥം പള്ളി അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയാണ് ഇവിടെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. വസ്സൈത്തൂൻ, സൈത്തൂൻ എന്ന് പറഞ്ഞാൽ അല്ലേ? സൈത്തൂൻ കായ് എന്ന് കേട്ടിട്ടില്ലേ? ഒലീവ് കായ്. അതേതാകുന്നു? കഅബുൽ അഹ്ബാറും അതുപോലെ തന്നെ ഖതാദ ഇബ്നു സൈദ് തുടങ്ങിയവരൊക്കെ പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിയാകുന്നു. കണ്ടല്ലോ, ഇന്ന് സൈത്തൂൻ്റെ നാട് ചോരയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ആ നാടാണ് ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ആ നാട്. ഇന്ന് ജൂതന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അതിക്രൂരന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജൂതന്മാർ പരിശുദ്ധമായ പ്രവാചകന്മാരുടെ നാവ് മുഖേനയും മുൻവേദങ്ങളിലൂടെയൊക്കെ ശാപം ഏറ്റുവാങ്ങിയ ശപിക്കപ്പെട്ട വിഭാഗം അവരാണ് ജൂതന്മാർ. എല്ലാ ജൂതന്മാരെയും അത് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കൊണ്ട് അവരിൽ നിന്ന് സിയോണിസ്റ്റ് ജൂതന്മാർ, അതാണ് സഹയൂൻ. അപ്പോൾ പിന്നെ അവർ ഇന്ന് ഫലസ്തീനെ ചെഞ്ചോരയിൽ മുക്കിക്കൊല്ലുകയാണ്. ഏതായിരുന്നാലും ആ സൈത്തൂന് തന്നെ സത്യം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലെ പള്ളി തന്നെ സത്യം. പിന്നെ വത്തൂരി സീന പർവ്വതത്തിന് സത്യം. അതേതാ? മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവുമായി സംസാരിച്ചതായിരിക്കുന്ന, അള്ളാഹുവിൻ്റെ സംസാരം കേട്ട സ്ഥലമാണ് തൂരി സീന. അള്ളാഹുവിൻ്റെ സംസാരം അവിടെ എത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് കേൾക്കുമാറായി. അതുവരെ മൂസാ നബി ഒന്നും കേട്ടിരുന്നില്ല. നമ്മൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണെല്ലും കാണും, നമ്മുടെ ചെവിയെല്ലും കേൾക്കും. പക്ഷെ എന്താണ് ഇതിനൊക്കെ ഉള്ളത്? മറകളാണ്. നമ്മുടെ കണ്ണ് കാണാത്തത്, കണ്ണിന് ചില മറകളുണ്ട്. നമ്മൾ ഒരുപാട് പലതും കേൾക്കുന്നില്ല, അതിന് ചില മറകളുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം തൂരി സീനായിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം കേട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അപ്പാട് സംസാരിച്ചെന്നല്ലല്ലോ. നമ്മൾ അഖീദ അങ്ങനെയല്ലല്ലോ. അള്ളാഹുവിൻ്റെ കലാം ഖദീമാണ്. ആ ഖദീമായിരിക്കുന്ന പണ്ടേ ഉള്ള കലാം അത് മൂസാ നബി അലൈഹി സ്വലാമിന്
അത് കേൾക്കുന്നതിനെ തൊട്ട് ഉണ്ടായിരുന്ന മറകളങ്ങ് ആ സമയത്തായിട്ട് നീങ്ങി. അത് അവിടുന്ന് പോകുന്നതോടെ ആ മറ തിരിച്ചു വരികയും ചെയ്ത് പിന്നെ കേട്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സത്യവിശ്വാസികൾ നാളെ സ്വർഗത്തിന് അല്ലാഹു തആലാനെ ദർശിക്കും. അത് നമ്മുടെ കണ്ണിലുള്ള മറ നീങ്ങാന്നുള്ളൂ. നമ്മുടെ കണ്ണിലുള്ള മറകൾ നീങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാമിന് ഇപ്പോൾ ചെവിക്കുള്ള മറകൾ നീങ്ങി. സത്യവിശ്വാസികൾക്ക് നാളെ അള്ളാഹുവിനെ കാണുമ്പോൾ കണ്ണിൻ്റെ മറകൾ നീങ്ങും. നാളെ പറയുന്നില്ലേ, ഒക്കെ അത് കുന്ത ഒരു ആയത്തുണ്ടല്ലോ, എന്താണ് ആയത്ത്? ഫബസറക്കൽ യോമ ഹദീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിൻ്റെ തലഭാഗം ഓർമ്മ വരുന്നില്ല. ഇന്ന് നിൻ്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ട്. ഫബസറക്കൽ യോമ ഹദീദ്. പോട്ടെ, നമ്മൾ വിഷയങ്ങൾ മാറിപ്പോ. അപ്പോൾ പിന്നെ അവിടെ അപ്പം മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ച പർവ്വതമാണ് തൂരിസീന. അത് ഈ ഇതിന് മൂന്നിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞ് വഹാദൽ ബലദിൽ അമീൻ, ഈ ബലദിൽ അമീനെ തന്നെയാണ്, ബലദിൽ അമീനായ വിശ്വസ്തമായിരിക്കുന്ന നാടിനെ തന്നെയാണ് സത്യം. ഉണ്ടോ? അല്ലാഹു തആല സൈത്തൂൻ കായെ സത്യം ചെയ്ത് പറഞ്ഞു, അതുപോലെ തന്നെ തീനെ സത്യം ചെയ്ത് പറഞ്ഞു, തൂരിസിനെയും സത്യം ചെയ്ത് പറഞ്ഞു. പിന്നെ പരിശുദ്ധമായ മക്കാ ഷരീഫിനെയാണ് എന്ത് വരുന്നത് ഇവിടെ? ഫഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തമായിരിക്കുന്ന നാടിനെ തന്നെയാണ് സത്യം. അപ്പം എന്താ ഇവിടെ നമ്മൾ പറയുന്നത്? അതാണ് മുസന്നിഫ് അവർകൾ പറഞ്ഞത്, മൗലീദുഹു ബി മക്കത്തൽ അമീന. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഉണ്ടോ? നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യനോട് പറയപ്പെടുന്ന ഈ പറയപ്പെട്ടതിൽ നിന്നൊക്കെ നീ എന്തായിരുന്നു? പരിപൂർണമായ അശ്രദ്ധയിലായിരുന്നു. ഫീ ഗഫലത്തിൻ, അതൊരു തെൻവീന്, ഒരു താലീമ, വല്ലാത്തൊരു അശ്രദ്ധ. അതിന് കുറേ അർത്ഥങ്ങളുണ്ട്. ഫകശഫനാ അൻക ഗിതാഅക, നിൻ്റെ മൂടികളെ നാം അത് തുറന്നു തന്നിരിക്കുന്നു. നിൻ്റെ കണ്ണിനുണ്ടായിരുന്ന മൂടികളൊക്കെ നാം അകറ്റിയിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്ന് നിൻ്റെ കർണപടം അല്ല എൻ്റെ കാഴ്ച ഹദീദ്, നല്ല മൂർച്ചയുള്ളതാണ്. എല്ലാം നീ കാണും, മനസ്സിലാക്കും, ഗ്രഹിക്കും. അപ്പം അങ്ങനെയുള്ള പല മറകളും നീങ്ങാനുണ്ട്. അത് നീങ്ങുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ഗുണം ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ലിഖാ ആസ്വദിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? മക്കത്തൽ അമീന, അമീനായിരിക്കുന്ന അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തമായിരിക്കുന്ന നാടിനെ തന്നെയാണ് സത്യം. ഇതിനെ സംബന്ധിച്ച് ആർക്കും ഖിലാഫില്ല. ഏതാണ് ബലദിൽ അമീൻ എന്നുള്ളത്? മക്കയാണ് എന്നുള്ളതിൽ യാതൊരു സംശയം ആർക്കില്ല. ഒരു വ്യക്തി പോലും എന്ത് ചെയ്തിട്ടില്ല? ഖിലാഫ് പറഞ്ഞിട്ടില്ല. ഇത് മക്കയാണ് എന്നുള്ളത്. ബലദിൽ അമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഉദ്ദേശിച്ചത് മക്കയാണ് എന്നുള്ളത്. സൂറത്ത് മക്കിയാണ്. റസൂലുള്ളാഹിക്ക് അവിടെ വെച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ താമസിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ വഹാദ എന്ന് പറയുമ്പോൾ, ഈ നാട് എന്ന് പറയുമ്പോൾ ഏതാണ് ഈ നാട് എന്ന് പറഞ്ഞാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്ന നാട് ഏതാണ്? മക്കയാണ്. അപ്പോൾ മക്കയാണെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പിന്നെ അപ്പോൾ ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് എന്താ? ഈ മൂന്ന് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ അസ്മികളായിരിക്കുന്ന ആളുകളെയൊക്കെ നിയോഗിച്ച സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഈ 3 സ്ഥലങ്ങൾ. ആ 3 സ്ഥലങ്ങളെയാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞത്. ഒന്നാമത്തത് ഏതാണിത്? അത്തിയും സൈത്തൂനും. അതേതാ? ബൈത്തുൽ മുഖദ്ദസാണ്. അത്തിപ്പഴവും അതുപോലെ തന്നെ സൈത്തൂൻ്റെയും നാട് ബൈത്തുൽ മുഖദ്ദസാണ്. അതായത് ഇന്നത്തെ ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന നാട്, അതായത് പഴയകാലത്തെ ഫലസ്തീന്. അത് ആ സ്ഥലത്തേക്ക് ആരെയാണ് നിയോഗിക്കപ്പെട്ടത്? മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനാണ് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഉലുൽ അസ്മികൾപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം നിയോഗിച്ച സ്ഥലമാകുന്ന തീനും സൈത്തൂനും കായ്ക്കുന്ന നഗരത്തെ സത്യം ചെയ്ത് പറഞ്ഞു. പിന്നെ വേറെ ആരോ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എവിടെ ഒന്ന് മുമ്പ് കാലത്ത് വായിച്ചത് ഓർമ്മയുണ്ട്. ഈ സൈത്തൂൻ കായയും അതുപോലെ ഈ അത്തിപ്പഴവും മനുഷ്യൻ്റെ ഓജസ്സും അവൻ്റെ ചുറുചുറുക്കും നിലനിർത്താൻ ഏറ്റവും സഹായകമാണ്.
ഈ സൂറത്ത് വളരെയധികം പഠനാർഹമാക്കേണ്ട ഒരു സൂറത്താണ് എന്നും ഇതിന് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഏതോ ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതിയതായിട്ട് മുമ്പ് ഓർമ്മിക്കുന്നുണ്ട്. പല ആധുനിക ശാസ്ത്ര നിരീക്ഷകന്മാരും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, അത്തിപ്പായവും ജെയ്ത്തൂൻ കായുടെയും സവിശേഷത. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മെച്ചപ്പെട്ട രൂപത്തിലാണ് അള്ളാഹു പടച്ചിരിക്കുന്നത് എന്ന. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ പടപ്പും ഈ സൃഷ്ടിപ്പും ഈ അത്തിപ്പായവും ജെയ്ത്തൂൻ കായയും തമ്മിലൊക്കെ കാര്യമായ ബന്ധം ഉണ്ട് എന്നൊക്കെ സമർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, മുമ്പേടോ വായിച്ചു പോയത്. ഏതായിരുന്നാലും അത് പഠന വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. അള്ളാഹുവിന് ഖുർആനാണല്ലോ അങ്ങനെ പല കാര്യങ്ങളും. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദിൻ, സമുദ്ര തിരമാലകളെപ്പോലെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇനിയും പഠനങ്ങളും പരീക്ഷണങ്ങളൊക്കെ ആ വഴിക്ക് നടക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ രണ്ടാമതായിട്ട് തൂരിസീനയാണ് അള്ളാഹു താല സത്യം ചെയ്ത് പറഞ്ഞത്. അതാരെ നിയോഗിക്കപ്പെട്ട സ്ഥലമാണ്? മൂസാ നബി അലൈഹി സ്വലാമുമായിട്ട് അള്ളാഹു താല സംസാരിക്കാൻ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരം കേട്ട സ്ഥലമാണ്. മൂന്നാമതായിട്ട് ബലദുൽ അമീൻ മക്കയാണ്. അതാരുടേതുമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാജ്യവുമാണ്. അപ്പം മക്കത്തൽ അമീന എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് അമീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശ്വസ്തമായത് വെച്ചാൽ ഇസ്ലാമിയത്തിലും ജാഹിലിയത്തിലും ജനങ്ങൾക്കതിൽ സുരക്ഷാബോധമുണ്ടായിരുന്നു. സ്വന്തം വാപ്പാനെ കൊന്ന ആളെ കണ്ടാൽ പോലും മക്കയിലെത്തി ഹറമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും പേടിക്കണ്ട. മനസ്സിലായില്ലേ? പഴയ കാലത്ത് തന്നെ, ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ, സ്വന്തം വാപ്പാനെ കൊന്നതാ ഘാതകനെ കണ്ടാൽ പോലും മക്കയിൽ വെച്ചുകൊണ്ട് പ്രതികാരം എടുത്തിരുന്നില്ല. നമുക്കറിയാലോ സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ എന്താണ്, സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ കൊല്ലപ്പെട്ടപ്പോൾ പ്രകമ്പനം പിടികൂടിക്കൊണ്ടും അതുപോലെ തന്നെ ഭൂമി കുലുക്കം ഉണ്ടായിട്ടും ഭീകരമായ ശബ്ദം മൂലവും അവരെ ശിക്ഷ പിടികൂടിയപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ആരാണ്? അബൂ റഗാൽ എന്ന് പറയുന്ന ആള്. സാലിഹ് നബീൻ്റെ കൗമപ്പെട്ട ആള് അബൂ സഖീഫ് എന്ന ആളെ പേര് തന്നെ. അയാൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? താൽക്കാലിക രക്ഷപ്പെടൽ. അയാൾ ഹറമിലായതിൻ്റെ പേരിൽ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഹറമിന്ന് പുറത്തു കടന്നപ്പോൾ അയാൾക്കും ശിക്ഷ പിടികൂടി എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ ഖബറൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു യുദ്ധത്തിന് പോയപ്പോൾ സഹാബത്തിന് ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ടുണ്ട്, അബൂ റഗാലിൻ്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയായിരുന്നു പഴയ കാലത്ത് മുതൽക്ക് തന്നെ മക്കൾക്ക് അമീനാണ്, അത് വിശ്വസ്തമാണ്. പിന്നെ മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻ്റെ ചോര ഒലിപ്പിക്കൽ അവിടെ ഹറാമാക്കി. മാത്രമല്ല ആരെയും അതിൽ ആക്രമിക്കപ്പെടൂല എന്നുള്ളതിന് പുറമേ അവിടുത്തെ വേട്ടമൃഗങ്ങളെ വേട്ടയാടപ്പെടൂല, അവിടുത്തെ മരങ്ങളെ മുറിച്ച് മാറ്റപ്പെടുകയില്ല, പച്ചയായ മരങ്ങളൊന്നേ മുറിച്ച് മാറ്റപ്പെടുകയില്ല. അങ്ങനെയാണല്ലോ, അതിലെല്ലാം സുരക്ഷിതമായി നിൽക്കും. ഇതിലെല്ലാം പല ഹിക്മത്തുകളും അല്ലാഹു തആല വെച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള വിശ്വസ്തമായിരിക്കുന്ന മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. പിന്നെ വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന, വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ബി തൈബത്തൽ മദീന, മദീന, തൈബ എന്ന് പറയുന്ന അഥവാ മദീന എന്ന സ്ഥലമാകുന്നു. അൽ മദീന എന്നുള്ളത് തൈബയിൽ നിന്നുള്ള ബദലാണ്. കുല്ലും ബദൽ കുല്ലും മീൻ കുല്ലി എന്ന് പറയും. കുല്ലുന്ന് കുല്ലു ബദൽ, അതായത് എന്താ, തൈബ എന്നുള്ളത് തന്നെയാണ് മദീന എന്ന് പറയുന്നത്. മദീന എന്നുള്ളതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനക്കുള്ള ഒരു പേരാണ്. അല്ല, മദീന എന്നുള്ളത് തൈബ എന്നുള്ളത്. തൈബ എന്നുള്ളത് മദീനയുടെ 80ഓളം പേരുകളുണ്ടെന്നാ മദീനക്ക്. കേട്ടിട്ടുണ്ടാ? 80ഓളം പേരുകൾ മദീനക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു പേരാണ് ത്വയ്ബ എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം
എന്നായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആമൽ ഫീൽ, ആനക്കലഹം എന്നാണ് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതിന്. ആ പേര് ഇപ്പോൾ ഓർമ്മയുണ്ട് അല്ലേ? പിന്നെ നഹ്വൽ ഈ ആമൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹം. എന്താ ആനക്കലഹം എന്ന് പറയാം? അബ്രഹത്തും ആനകളൊക്കെ കൂട്ടിയിട്ട് കാബം പൊളിക്കാൻ വന്ന സംഭവമാണല്ലോ പിന്നെ ആനക്കലഹം എന്ന് പറ. ആ വർഷത്തിലാണ് ആമൽ ഫീലിൽ 50-ാമത്തെ, അതായത് പിന്നെ ആനക്കലഹം കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസത്തിലാണ് എന്നാണ് പറയുന്നത്. ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അതാരാ? ഖുർത്തുബി ഇമാം പറഞ്ഞിരിക്കുന്നത് ബഅദഹു ബി 50 യൗമൻ. ആനക്കലഹം സംഭവം, അബ്രഹത്തിൻ്റെ സംഭവം കഴിഞ്ഞ് 50 ദിവസത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിരിക്കുന്നത്. അപ്പം എന്തായി? വർഷം കിട്ടിയല്ലോ. ആനക്കലഹത്തിൻ്റെ പിന്നെ ആ കാലഘട്ടത്തിൽ ആനക്കലഹം കഴിഞ്ഞ് 50-ാം ദിവസം എന്ന് ഖുർത്തുബി ഇമാം. ചിലർ പറയുന്നുണ്ട്, പിന്നെ ചിലരുടെ അഭിപ്രായം കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ ദിവസത്തിൽ തന്നെയാണ്, യൗമുൽ ഫീൽ തന്നെയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആമൽ ഫീൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആമൽ ഫീലിന് മുമ്പാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഖുർത്തുബി ഇമാം പറഞ്ഞതുപോലെ 50 ദിവസത്തിന് ശേഷമാണെന്നുള്ളത്. അതാണ് നമുക്ക് കുറച്ചും കൂടി മറ്റുള്ള റിവായത്തുകളായിട്ട് നമുക്ക് യോജിക്കുന്നത്. സമയം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പുലർച്ചെ സമയത്ത്. ദിവസം ഏതാണ്? തിങ്കളാഴ്ച പുലർച്ചെ സമയത്ത്. മാസം റബീഉൽ അവ്വൽ 12. വർഷം ആമൽ ഫീൽ, അതായത് ആനക്കലഹത്തിൻ്റെ 50-ാമത്തെ ദിവസം, റബീഉൽ അവ്വൽ മാസം 12-ാം ദിവസം, തിങ്കളാഴ്ച പുലർച്ചെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണു. എങ്ങനെയാണ് ജനിച്ചു വീണത്? റാഫിയൻ ബസറഹു ഇലസ്സമായി വാദിയൻ യദൈഹി ബിൽ അർളി മഖ്ഹൂലൻ നലീഫൻ മസ്റൂറൻ മഖ്തൂനൻ മഖ്ഹൂലൻ. കണ്ട, അവിടുത്തെ തിരുദൃഷ്ടികൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, 2 കൈകളും നിലത്ത് വെച്ചുകൊണ്ട്, തല എങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. നാം മനസ്സിലാക്കണം, ഒരു കുഞ്ഞ് ജനിക്കുന്നത് സാധാരണ രൂപത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായത്. കൈ 2 നിലത്ത് വെച്ചു, കണ്ണ് ആകാശത്തേക്ക് ഉയർത്തി, നല്ല മഖ്ഹൂലൻ സുറുമയിട്ട കണ്ണുകളോടുകൂടെ, നലീഫ് നല്ല വൃത്തിയോടുകൂടെ, പ്രസവ സംബന്ധമായിരിക്കുന്ന അഴുക്കുകളും അതൊന്നുമില്ല. മസ്റൂറൻ പൊക്കിൾ കൊടി മുറിക്കപ്പെട്ട രൂപത്തിൽ, ഒരു പേറ്റിച്ചിൻ്റെ ആവശ്യം വന്നിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്തൂനൻ സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ചിലർ പറയുന്നുണ്ട് വല്യപ്പ 7-ാം ദിവസം മാർക്കും കഴിച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ ബലപ്പെട്ട അഭിപ്രായമല്ല. ഞാണെങ്കിൽ തന്നെ ചിലർ ജമ്പ് ചെയ്തിട്ടുണ്ട്, അത് പരിപൂർണമായിരുന്നില്ല. ആദ്യത്തത് 2ാമതായിരിക്കും പരിപൂർണമായി ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ മാർക്കം ചെയ്യപ്പെട്ടവനായിട്ട് എന്നുള്ള ആ റിപ്പോർട്ടാണ് മഷൂറായിട്ടുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കൈകളും നിലത്ത് അമർത്തിക്കൊണ്ട്, കണ്ണ് ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട്, ദിക്റും ചൊല്ലിക്കൊണ്ടാണ് പ്രസവിച്ച് വീണത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന്, വയറിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് ജലാലു റബ്ബി റഫീ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്നുള്ള ദിക്റും ചൊല്ലിക്കൊണ്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഏതായിരുന്നാലും ചില റിപ്പോർട്ട് പറയുന്നു ജലാലു റബ്ബി റഫി എന്നാണ് പറഞ്ഞതെന്ന്.
മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നുണ്ട്. അത് രണ്ടും കൂടി ചൊല്ലി എന്നുള്ളതായിട്ടാണ് അതിനെ ജമ്പ് ചെയ്യേണ്ടത്. രണ്ടും ചൊല്ലിയിട്ടുണ്ടായിരിക്കാം. പിന്നെ പിന്നെ വേറെ ഒരു അഭിപ്രായം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാവിന് നബി തങ്ങൾ ഗർഭം ചുമന്നതിനെ സംബന്ധിച്ച് തന്നെ ഗർഭം ചുമന്നതിന് യാതൊരു പ്രയാസവും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് മഷ്ഹൂറായ അഭിപ്രായം. ഒരു റിവായത്തുൽ മഷ്ഹൂറു അൻഹാലം തജിദ് ലിദാലിക ഷൈഅൻ, തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നതിന് ഒരു പ്രയാസവും ആർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മഹദിയായിരിക്കുന്ന ആമിന റളിയല്ലാഹു തആല അൻഹാക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നാണ്. കാരണം സാധാരണഗതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. എന്നാൽ ഹലീമ ബീവിക്ക് അങ്ങനെ, ഹലീമ ബി അല്ല ആമിന ബീവിക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് മഹാന്മാർ പറഞ്ഞ കാരണം എന്താ അറിയാമോ? ഹത്താ യഅലമ അന്ന കുല്ല ഉമൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഖാരിഖത്തുൽ ലിൽ ആദ, അസാധാരണമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നബി പ്രസവിക്കുമ്പോൾ തന്നെ അസാധാരണത്വം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ പ്രവാചകനാണ് 40 വയസ്സ് വരെയും വെറും ഒരു അറബി പയ്യനായി ജീവിച്ചു എന്ന് മറ്റുള്ളവരെ മുഖം മിനുക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചില നാമധാരികൾ തട്ടിവിട്ടിരിക്കുന്ന അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മനസ്സിലായില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സർവ്വ പ്രവർത്തനങ്ങളും അസാധാരണമായിരുന്നു എന്ന് ജനങ്ങൾ എല്ലാവരും ലോകം മനസ്സിലാക്കട്ടെ എന്നുള്ളതിന് വേണ്ടിയാണ് ഇങ്ങനെ അസാധാരണമായ രീതിയിലുള്ള പിന്നെ ഗർഭം ചുമക്കലും പ്രസവവും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ നമുക്കറിയാം. പ്രസവിക്കുന്ന സന്ദർഭത്തിലുണ്ടായ അത്ഭുതങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും ഇവിടെ കഴിഞ്ഞ ഇന്നലെ അതിനകത്തോ അടുത്ത ക്ലാസ് തന്നെ പലപ്പോഴും നമ്മളെല്ലാ വർഷം തോറും ആവർത്തിച്ച് കേൾക്കുന്നത്, അതൊന്നും പറയേണ്ട കാര്യമില്ല. അത്രക്കും അത് മഷ്ഹൂറായ അറിയപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു തആല എന്നെ പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പറയാം. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭം ചുമന്ന് 9 മാസമായപ്പോൾ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്നത് പ്രസവവേദന അവർക്കും വന്നു. പക്ഷേ ആരും എനിക്ക് പ്രസവവേദന ഇളകിയിട്ടുണ്ട് എന്നുള്ള വിവരം ആരും അറിഞ്ഞിരുന്നില്ല. ഞാൻ സ്വന്തമാണ് വീട്ടിലുണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലാണല്ലോ പ്രസവിച്ചത്. വൈനി വഹീദത്തുൻ ഫി മൻസിലി, എൻ്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഞാൻ ഏകയാണ്. ഒരു കുട്ടിയും എനിക്ക് ഗർഭവേദന തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞില്ല. അബ്ദുൽ മുത്തലിബ് ഫി തവാഫി, അബ്ദുൽ മുത്തലിബാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തവാഫിലുമാണ്, കറക്കത്തിലുമാണ്. ലാ യഅലമു, അദ്ദേഹത്തിന് ഇത് സംബന്ധമായ വിവരങ്ങളൊന്നുമില്ല. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ റഅയ്തു ഖത്അതൻ മിനത്തൈരി മനാഖീറുഹ മിനൽ യാഖൂത്തിൽ അഹ്മരി, അപ്പോൾ അതാ ഞാൻ ഇരിക്കുന്ന റൂമിലേക്ക് അതാ ഒരു കൂട്ടം പക്ഷികൾ കടന്നു വരുന്നു. ചെറിയ പക്ഷികൾ. എങ്ങനെയുള്ള പക്ഷികളാണ്? മനാഖീറുഹ, ആവുകൾക്കുള്ള ആയിരിക്കുന്ന അതിൻ്റെ കാലുകൾ മിനൽ യാഖൂത്തിൽ അഹ്മരി, ചുവന്ന മാണിക്യത്തിനാലുള്ളതായിരിക്കുന്ന, ചുവന്ന മാണിക്യം പോലെയുള്ളതായിരിക്കുന്ന കാലുകളുടെ പക്ഷികൾ വന്ന് കത് ഖത്തത്ത് ഹുജറത്തി, എൻ്റെ റൂമുകൾ അത് വന്ന് നിറഞ്ഞു. അത്തരം ഒരുപാട് പക്ഷികൾ എൻ്റെ റൂമിൽ വന്ന് നിറഞ്ഞു. എങ്ങനെ ചിറകുകളാണ്? ബി അജ്നിയത്തിൻ സുമർജത്തിൽ അഖ്ദരി, പച്ച ഗോമേതകം പോലുള്ളതായിരിക്കുന്ന ചിറകുകളുള്ള പക്ഷികളാണ്. അങ്ങനത്തെ പക്ഷികൾ വന്ന് അങ്ങനെയൊക്കെ എന്ത് ചെയ്ത് എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായ ആ സമയത്ത് എന്നാണ് മഹദി അവർകൾ പറയുന്നത്. ഏതായാലാവട്ടെ, വഖദിൻ അഖദൽ ഇജ്മാവല മക്കത്തവൽ മദീനത്ത പോട്ടെ. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മക്കയിൽ വെച്ചുകൊണ്ടാണ്, പിന്നെ വഫാത്ത് മദീനയിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒരു വിഷയമുള്ളത്, ഇതിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ 2 സ്ഥലമാണ് മക്കയും മദീനയും എന്നുള്ളത്. മനസ്സിലായില്ലേ?
പിന്നെ എന്നാൽ മദീനയേക്കാൾ ശ്രേഷ്ഠത മക്കയാണ് എന്നുള്ളത് 3 ഇമാമുകളും ഇത്തിഫാക്കുണ്ട്. മദീനയേക്കാൾ ശ്രേഷ്ഠത മക്കയാണ് എന്നുള്ളതിൽ. ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മാലിക് റഹ്ലാൻ്റെ അഭിപ്രായത്തിൽ മദീനയാണ് മക്കയേക്കാൾ ശ്രേഷ്ഠത എന്നാണ്. മാലിക് ഇമാമിൻ്റെ ഇമാം ദാറുൽ ഹിജ്റ എന്നാണല്ലോ മാലിക് ഇമാമിൻ്റെ സ്ഥാനപ്പേരില്ലേ. മദീനത്തെ ഇമാം ദാറുൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളത് ഏതിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ശരീരം ഉൾക്കൊണ്ട ഭാഗമല്ലാത്ത മദീനയുടെ ഭാഗങ്ങളാണ് ചർച്ച ഉള്ളത് കേട്ടോ. നബിയെ മറമടക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഹുജറത്ത് ഷരീഫ, ആ ഹുജറത്ത് ഷരീഫ ഒഴിച്ചിട്ടുള്ളതായ മദീനയാണോ മക്കയാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്? അതിലേ ഖിലാഫുള്ളൂ. അതിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകൾ പറയുന്നു മക്കയാണ് ശ്രേഷ്ഠത, അത് കഴിച്ചിട്ടേ മദീനയുള്ളൂ എന്ന്. എന്നാൽ ഈ മക്കയേക്കാളും മദീനയേക്കാളും ആകാശഭൂമിയേക്കാളും ഒക്കെ ശ്രേഷ്ഠത ഉള്ളത് ഏതാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായിരിക്കുന്ന അവയവങ്ങൾ ഒരുമിച്ച് കൂടിയതായ ഉൾക്കൊണ്ടതായിരിക്കുന്ന ഹുജറത്ത് ഷരീഫയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിലാർക്കും ഖിലാഫില്ല കേട്ടോ, അതിലാർക്കും ഖിലാഫേ ഇല്ല. ഇതിനെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് അവഗണിക്കാം. മനസ്സിലായില്ലേ? മുസ്ലിം ലോകത്തിനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അലൂമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ ഹറമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫിഹിൽ അഫാഫു വഫിഹിൽ ജൂദു വൽ കറമു യാ ഖൈറ മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അവയവങ്ങൾ ഉൾക്കൊണ്ടതായിരിക്കുന്ന ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി ആലുമു, അവിടുത്തെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും ലോകത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട ഭൂമി, അവിടെ മറവ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും അവരിൽ അല്ലെങ്കിൽ ആ മദീനയിൽ മറവ് ചെയ്യപ്പെട്ട വെച്ചുകൊണ്ട് ഏറ്റവും ഹൈറായവരെ ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്കമു, എല്ലാ മേടുകളും പരിസരങ്ങളും മേടുകളും കുന്നുകളും മാമലകളും സമതലങ്ങളും എല്ലാം അതുകൊണ്ട് തന്നെ ബർക്കത്തുടയനായിരിക്കുന്നു. ഒരു അറാബി ചൊല്ലിയ കവിതയാണ് ഇന്നും അവിടെ രേഖപ്പെട്ട് കിടക്കുകയാണ് മദീനയുടെ വാതിലുകളിൽ. അപ്പോൾ പോട്ടെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം മറമുടക്കപ്പെട്ട സ്ഥലമല്ലാത്ത മദീനയിലുള്ള സ്ഥലം ആണോ ഏറ്റവും അഫ്ളൽ, അതെല്ലാം മക്കയാണോ അഫ്ളൽ എന്നുള്ളതിൽ മഹാനായിരിക്കുന്ന ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു മദീനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനയിലൂടെ ചെരുപ്പിട്ട് പോലും നടക്കാറില്ലായിരുന്നു എന്നുള്ള. മാലിക് ഇമാമേ ചെരുപ്പ് ഇട്ട് മദീനയിലൂടെ നടക്കാറില്ലായിരുന്നു. അത്രയ്ക്കും ആദരവും ബഹുമാനവുമായിരുന്നു മഹാനവറുകൾക്ക് മദീന. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ വേണ്ടത്. മനസ്സിലായില്ലേ? വിവരമുള്ളവർക്കല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നാം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ചില മൗലമാരുടെ വീക്ഷണത്തിലൊക്കെ എന്താ ഇമാം മാലിക് റളിയല്ലാഹു ഷിർക്ക് ചെയ്തു പോയി എന്നുള്ള കാരണം തൊട്ട് എന്തിനാണ് ഇപ്പോൾ അവിടെ ചെരുപ്പ് ഊരി വെക്കണം? എന്തോ ഒരു അബോധികമായ രീതിയിൽ എന്തോ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഹൈറോ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ അവിടെ അദൃശ്യമായ രീതിയിൽ അല്ലേ സുഹൃത്തുക്കളെ? ഒരു അദൃശ്യമായ രീതിയിലുള്ള ഒരു നന്മ പ്രതീക്ഷിക്കലില്ല അവിടെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇവരെ വീക്ഷണത്തിലുണ്ട്. ഇവരെ ഈ വക്കുവെട്ടിയ തൗഹീദ് പ്രകാരം എന്തായിത്തീർന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലും ഇവരെ ദീനിന്ന് പുറത്താണ്. കാരണം ഈ മൗലവി തന്നെ പറഞ്ഞത്, എടമണക്കാരൻ മൗലവി മമ്പറം മക്കാമിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ തലയിലുള്ള തൊപ്പി ഊരി വെച്ചാൽ അവൻ മുശ്രിക്കായി. അയാളെ എഴുതി വിട്ടതാണ് അയാളെ ബുക്കിൽ. മമ്പറം മക്കാമിൻ്റെ മുമ്പ് കൂടെ ആരും തൊപ്പി ഊരി വെച്ചിട്ടോ ഒന്നുമല്ല, അയാൾ ഉണ്ടാക്കി പറയാൻ അയാളെ ഈ പേച്ച തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞ മമ്പറം മക്കാമിന് മുമ്പിലൂടെ പോകുന്ന ഒരു മുസ്ലിയാർ തൊപ്പി ഊരി വെച്ചാൽ അയാൾ അതുകൊണ്ട് എന്തായിത്തീർന്ന് അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി, മുശ്രിക്കായി. കാരണം എന്തുകൊണ്ട്? അയാളതിലൂടെ എന്താ ഒരു അദൃശ്യമായ രീതിയിലുള്ള ഒരു ഗുണത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലേ എന്തെങ്കിലും ഒരു ഉപകാരത്തെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവത്തെ ഭയപ്പെടുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ചെരുപ്പിടാതെയാണ് മദീനയിലൂടെ സഞ്ചരിച്ചത്. അക്കണക്കിന് ഈ മാലിക് ഇമാം ഇസ്ലാമെന്ന് പുറത്തു പോകണ്ടേ?
അതാണ് ഇവരുടെ തൗഹീദ്. അള്ളാഹു താല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സമൂഹത്തെ തന്നെ ഇവരുടെ ഈ പിഴച്ച തൗഹീദിൽ നിന്നും ഇവരുടെ വൈകേടിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം പിന്നെ ആകാശഭൂമികളെക്കാളും എല്ലാ വസ്തുവിനേക്കാളും അഫ്ളലി ഏതാകുന്നു? ചുരുക്കം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവയവങ്ങൾ, അവിടുത്തെ ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പുണ്യഭൂമിയാണ്, ആ സ്ഥലമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ള സംശയമില്ല. അത് കഴിച്ചിട്ടുള്ള മദീനയുടെ ഭാഗം ആണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് മാലിക് ഇമാമും, അതല്ല മക്കയാണ് ഒന്നാം സ്ഥാനമെന്ന് മറ്റുള്ള 3 മദ്ഹബിൻ്റെ ഇമാമുകളും, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവർ. പിന്നെ മക്ക എന്ന് പറയുന്നത് നമുക്ക് ഭൂപടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. കണ്ടല്ലോ നിങ്ങൾ, ഇപ്പോഴത്തെ ഭൂപടത്തിൽ ഇപ്പോൾ എത്ര ഭൂഖണ്ഡമായി കിടക്കുന്നുണ്ട് അല്ലേ? 6-7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഇപ്പോഴത്തെ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6-7 ഭൂഖണ്ഡങ്ങളില്ലേ? അങ്ങനെയല്ലേ? തെറ്റുണ്ടെങ്കിൽ പറയണേ. 7 ഭൂഖണ്ഡങ്ങളായിട്ട് കാണാം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ല സുഹൃത്തുക്കളെ? എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? എത്ര ഭൂഖണ്ഡങ്ങൾ? കാറത്തുകൾ, അറബിയിൽ കാറത്ത് എന്നാണ് പറയാം. 7 ഭൂഖണ്ഡം തന്നെയല്ലേ ഉള്ളത് ഇന്ന് ഭൂമിയിൽ? എടുത്ത് പരിശോധിച്ചാൽ ഓർമ്മ, അതായത് 7 എന്നാണ് ഓർമ്മ. ആവട്ടെ, 7 എന്നാണ് ഓർമ്മ ഉള്ളത്. ഇതൊക്കെ പിന്നെ അതൊക്കെ വേറിട്ടു പോയതാണ്. ഇതൊക്കെ ഈ ഭൂഖണ്ഡങ്ങളൊക്കെ അടുത്തടുത്ത രാജ്യങ്ങളായിരുന്നു. ചരിത്രപരമായി പറയുമ്പോൾ നമ്മളൊന്നും ഇപ്പോൾ ആ കാലത്ത് ഉണ്ടായിട്ട് പറയല്ല, ചരിത്രമൊക്കെ ഈ ഭൂമിശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ചതാണ്. ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെ അടുത്തടുത്ത രാജ്യങ്ങളായിരുന്നു. നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയൊക്കെ ഒരൊറ്റ രാജ്യമായിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും ഒരു രാജ്യമായിരുന്നു. പിന്നീട് എന്ത് ചെയ്ത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൂഫാനിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ളതിലോ എന്ത് ചെയ്തതാണ്, ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയതാണ്. അതായത് വേറിട്ട് പോയെന്ന് വെച്ചാൽ അങ്ങോട്ട് ഒലിച്ചു പോയി എന്നുള്ളതല്ല. അതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്ത് വെള്ളം വന്നിട്ട് ശ്രീലങ്ക ഒരു ചെറിയ ദ്വീപായിട്ട്, സമുദ്രത്തിൽ ഇങ്ങനെ ചെറിയൊരു ദ്വീപായിട്ട് ഒക്കെ ഇങ്ങനെ നിലകൊണ്ടു. ആദ്യം ഒന്നായിരുന്നു. ആദം നബി അലൈഹി സ്വലാം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതുറപ്പാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തുനിന്ന് ഇറങ്ങുമ്പോൾ കിതാബിലൊക്കെ ഉള്ളത് പ്രകാരം ശ്രീലങ്കയിലെ സരന്ദീപ് മലയിലാണ് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയത്. അന്ന് ശ്രീലങ്കയിൽ നിന്ന് എവിടേക്ക് വന്നിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം കാൽനടയായിട്ടാണ് എവിടേക്ക് വന്നത്? മക്കയിലേക്ക് വന്നത് അല്ലേ? 40ഓളം പ്രാവശ്യം നടന്നു വന്നിട്ടുണ്ടെന്നുള്ള ഹജ്ജ്, 40 ഹജ്ജ് നടന്ന് ചെയ്തിട്ടുണ്ട് ആദം നബി അലൈഹി സ്വലാം. അങ്ങനെയല്ലേ ഫത്തുൽമിലൊക്കെ ഉള്ളത്. അപ്പോൾ അതെങ്ങനെ സാധ്യമാവെന്ന് ചോദിച്ചാൽ, അന്ന് ശ്രീലങ്കയും ഇന്ത്യയും ഒരു സ്ഥലമായിരുന്നു. ശ്രീലങ്ക ഇന്ത്യ അങ്ങനെ നടന്ന് പിന്നെ എവിടേക്ക് എത്തിയാൽ, ശ്രീനഗറിലെത്തിയാൽ, ശ്രീനഗറിലെത്തിയാൽ പിന്നെ പാകിസ്ഥാനിലെ, അന്ന് പാകിസ്ഥാനും ഇല്ലല്ലോ. അന്ന് ആകെ ഇന്ത്യ എന്ന ചരിത്രപരമായി ഇത്രയും പൗരാണികമായ ഒരു രാജ്യമുള്ളത്, വളരെ പൗരാണികമായ രാജ്യം ഇന്ത്യയാണ്. മറ്റൊന്ന് ചൈന എന്ന് പറഞ്ഞാലൊക്കെ ഇപ്പോൾ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. കുറച്ച് നിറ അങ്ങനത്തെ ചെറിയ കുറച്ചല്ല കേട്ടോ, കുറച്ച് തോനുള്ള കുറച്ചാണ്. മുമ്പൊന്നും അതില്ല. അപ്പോൾ പിന്നെ പഴയ കാലത്ത് അറിയപ്പെട്ട ഒരു രാജ്യമാണ് ഹിന്ദ്. അറബികൾ ഹിന്ദ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ശ്രീലങ്കയിൽ ഇറങ്ങി ഇന്ത്യയിലൂടെ, അല്ലെങ്കിൽ അന്നത്തെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ പിന്നെ ശ്രീലങ്ക, എല്ലാറ്റിനും കൂടിയ ഒരു അവിഭക്ത ഇന്ത്യയാണ് അന്നുണ്ടായിരുന്നത്. അന്ന് വിശാലമായ ഇന്ത്യയാണ്. അന്ന് ഇന്ത്യ ഒന്ന്, മറ്റൊന്ന് കാബൂൾ, മറ്റൊന്നായിട്ട് കാബൂളായിരുന്നു. ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ശ്രീലങ്കയിൽ ഇറങ്ങി കാൽനടയായി സഞ്ചരിച്ച് ഇന്നത്തെ പാകിസ്ഥാനിലൂടെയും പിന്നെ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലൂടെയും പിന്നെ ഇറാനിലൂടെ, ഇറാഖിലൂടെ, പിന്നീട് സൗദി അറേബ്യ, ഇന്നത്തെ പിന്നെ മാപ്പ് അനുസരിച്ച് കൊണ്ട് എവിടെ എത്തുന്നു? മക്കയിലെത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലങ്ങളിലൊക്കെ ഈ രാജ്യങ്ങളൊക്കെ ഒന്നായിരുന്നു. അപ്പോൾ ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് ചെറിയ ഒരു, ഇപ്പോഴും ഏറ്റവും വളരെ ദൂരം കുറഞ്ഞൊരു ഏരിയ ഉണ്ട് അല്ലേ? വളരെ ദൂരം കുറഞ്ഞൊരു ഏരിയ ഉണ്ട് ശ്രീലങ്കൻ്റെയും ഇന്ത്യൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ
അതായത് വെള്ളം വന്നിട്ട് വേറിട്ട് പോയതാണ്. ഇതുപോലെ ഇന്ന് ലോക ഭൂപടത്തിൽ കാണുന്ന എല്ലാ രാജ്യങ്ങളും ഒരൊറ്റ കട്ടയായിരുന്നു. അത് പിന്നീട് വേർപെട്ട് ഓരോരോ ഭൂഖണ്ഡങ്ങളായി തീർന്നാണ്. എങ്ങനെയായിരുന്നാലും ഇതൊക്കെ തന്നെ അടുപ്പിച്ച് വെച്ച് നോക്കിയാൽ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ അടുപ്പിച്ച് വെച്ച് നോക്കിയാൽ പരിശുദ്ധമായ കാബ ഷരീഫ് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മക്ക. എവിടെയാണ്? വസത്തുൽ ബിലാദ്. ലിതുൻദിറ ഉമ്മുൽ ഖുറാ വമൻ ഹൗലഹ. ഓ പ്രവാചകരെ, നിങ്ങൾ ഉമ്മുൽ ഖുറായെയും, എന്താ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ? ഖുറ എന്ന് പറഞ്ഞാൽ ബഹുവചന, ഖറിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുറ എന്ന് പറയുന്നത്. ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ എന്നാണ്. അതിൻ്റെ ഉമ്മ് എന്നാണ് പറയുന്നത്, അതിൻ്റെ മാതാവ്, പട്ടണങ്ങളുടെ മാതാവായ മക്കയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉമ്മുൽ ഖുറ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ളവർ. ക്രിസ്ത്യാനികളെപ്പോലുള്ള ആർക്കൊന്നും മിഷനറിമാർ കള്ളപ്രചരണം നടത്തുന്നത് പോലെ വമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ ഈ മക്കത്തും കുറച്ച് പരിസരത്തുള്ള കുറച്ച് അറേബ്യൻ നാടുകളിലും അങ്ങനെയല്ല. വമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ ഉമ്മ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാതൃ കേന്ദ്രമെന്നായി. പട്ടണങ്ങളുടെ മാതൃപ്രദേശം വെച്ചാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മധ്യം എടുത്തിട്ട് അതിന് ചുറ്റുഭാഗത്തു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചുറ്റുഭാഗങ്ങൾ എല്ലാ നാടുകളും പെടും. അപ്പം മക്ക എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ അതെല്ലാ രാജ്യങ്ങളൊക്കെ കൂടി ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ ശരിയായ അളവെടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം മധ്യത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. എന്തുകൊണ്ട്? ഈ മധ്യസ്ഥലത്ത് വെച്ചുകൊണ്ട് ഉമ്മുൽ ഖുറയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹു താല ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ റിസാലത്ത് നുബുവത്തും അള്ളാഹു ഈ ബക്ക എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മക്കൾക്കുണ്ട്. അപ്പം ഇങ്ങനെ പല അത്ഭുതങ്ങളും പല ഹിക്മത്തുകളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ് മക്ക. നമുക്കിന്നും എല്ലാവർക്കും അറിയാൻ പറ്റും. ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ. സംസം വെള്ളം അല്ലേ? സംസം എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ? ഇന്നും ഇത്ര നൂറ്റാണ്ടുകളായി, 4000 5000 വർഷങ്ങളായി ഇന്നും അത് അതിൻ്റെ ആ അത്ഭുതം നിലനിൽക്കുകയാണ് ജലത്തിൻ്റെ. ഇനിയും പലതും പഠനങ്ങളൊക്കെ നടക്കാതിരിക്കുന്നു, പലതും മനസ്സിലാക്കാതിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിക്കും തോറും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരിക എന്നുള്ളതല്ലാതെ ഒരിക്കലും ശാസ്ത്രത്തിന് ഇസ്ലാമിന് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയിട്ട് അതിന് പിടിച്ചു നിൽക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ മതമാണ്, പ്രകൃതിയുടെ മതമാണ്. മനുഷ്യൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ ഏതൊരു മനുഷ്യനും അവൻ്റെ മാനസിക അവൻ്റെ ശാരീരികമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ബുദ്ധിക്കും യോജിക്കുന്ന എല്ലാ തരത്തിലും മനുഷ്യനോട് ഇണങ്ങാൻ പറ്റുന്ന, ലോകത്ത് നിലനിൽക്കാനും ജീവിക്കാനും സാധ്യമാകുന്ന ഒരേ മതം ഇസ്ലാം മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അതാ. ചുരുക്കം പറയാൻ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ അടുത്ത ബെയ്ത്തിലേക്ക് കടക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിൽ ആകുന്നു, അവിടുത്തെ വഫാത്ത് മദീനയിലാകുന്നു. പിന്നെ അടുത്ത വരി എന്താ? അതമ്മ ഖബിലൽ വഹിയർബഈന വഉംറുഹു ഖജാവസ സിത്തീന. അതമ്മ ഖബിലൽ വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീൻ്റെ മുമ്പ് പൂർത്തിയാക്കി. 40 ദിവസം 40 വയസ്സ് പൂർത്തിയാക്കി. വഹീൻ്റെ മുമ്പ് 40 വയസ്സ് പൂർത്തിയായി. അതെങ്ങനെ? സഹിഹായ അഭിപ്രായം അനുസരിച്ചിട്ട് 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനെ നിയോഗിച്ചത് എന്നുള്ളതാണ്. അതിലൊരു സംശയം ഉണ്ടായേക്കാം ചിലർക്കൊക്കെ. എന്താണ് സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്താന്ന് പറഞ്ഞ നമ്മൾ അതും കൂടി പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷും കൂടി പറഞ്ഞാൽ ശരിക്കും ഓർമ്മ വെച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി സമയത്ത്. പിന്നെ ഇംഗ്ലീഷ് വർഷപ്രകാരം ക്രിസ്തു വർഷപ്രകാരം 571 ഏപ്രിൽ 20 കേട്ടോ. എത്രയാണ് പറഞ്ഞത്? പിന്നെ
571 ഏപ്രിൽ 20, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, അപ്പോൾ 20/4/571 അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ക്രിസ്തു വർഷപ്രകാരം. പിന്നെ വഫാത്തായതോ അതും കൂടി കൂടുതൽ തന്നെ മനസ്സിലാക്കിക്കോളൂ. ജൂൺ 8 ക്രിസ്തു വർഷം 633 ജൂൺ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുന്നത്. ഇത് ആരും മറക്കണ്ട. ബഹുമാനപ്പെട്ട ഉമർ കാമിൽ ഹഫിളഹുല്ലാ പോലുള്ള ആയിരിക്കുന്ന ഉലമാക്കൾ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് വഹി ലഭിച്ചത് എന്ന് പറയുമ്പോൾ അത് വഹി ലഭിക്കേണ്ടത് എന്നായിരിക്കണം. എന്നപ്പോൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് ഉണ്ടെങ്കിൽ 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് റബീഉൽ അവ്വലല്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എങ്കിൽ 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് റബീഉൽ അവ്വൽ 12 അതെ, റബീഉൽ അവ്വൽ 12 അപ്പോൾ 40 വയസ്സ് പൂർത്തിയാവുന്ന റബീഉൽ അവ്വൽ 12 അള്ളാഹുവിൻ്റെ റസൂലിന് പ്രവാചകനായത് എന്നാണോ പിന്നെ നമുക്ക് നമ്മുടെ അറിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴാണ് വഹി ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മശൂറ അഭിപ്രായ പ്രകാരം വഹി ലഭിച്ചത് എന്ന റമദാൻ മാസത്തിലാണ് അല്ലേ? 40 വയസ്സ് പൂർത്തിയായതിന് ശേഷം വന്ന പിന്നെ റമദാൻ മാസത്തിലാണ്, ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ 40 വയസ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ അവർ ഏതാ ഒഴിവാക്കി? ഈ 40 വയസ്സിന് ശേഷമുള്ള എത്ര മാസം ഉണ്ട് അവിടെ? 6 മാസമല്ലേ? 40-ാം വയസ്സിൽ കൃത്യമായിട്ട് 40-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ എന്താണ് അവരെ കണക്കൂട്ടിയത്? ഈ റമദാൻ പിന്നെ 40 വയസ്സ് പൂർത്തിയായിട്ട് റമദാൻ ആകുന്നത് വരെയുള്ള ചില്ലറ മാസങ്ങളല്ല, അവരതിനെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് വെക്കണം. അതേത് വഹിയാണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണർച്ചയിൽ വന്നുകൊണ്ടുള്ള വഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർച്ചയിൽ വന്നുകൊണ്ടുള്ള വഹി. എന്നാൽ ഇതിനേക്കാളൊക്കെ നല്ലൊരു പിന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നതിന് മുമ്പ് 6 മാസം സ്വപ്നം മുഖേന വഹി ഉണ്ടായിരുന്നു എന്നുള്ളതാ. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഏത് മുതൽക്ക് തുടങ്ങി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് റബീഉൽ അവ്വൽ 12-ാമത്തെ ദിവസം ജനിച്ച് 40 വയസ്സ് പൂർത്തിയാവുന്ന റബീഉൽ അവ്വൽ 12 അല്ലേ? ആ 40 വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിൽ തന്നെ അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ എങ്ങനെ വഹി വരാറുണ്ടായിരുന്നു? സ്വപ്നം നല്ല നല്ല സ്വപ്നങ്ങൾ ബുഖാരിയിൽ നമുക്ക് കാണാലോ. അള്ളാഹുവിൻ്റെ റസൂലിന് 6 മാസത്തോളം സ്വപ്നം ആയിരുന്നു ഉണ്ടായിരുന്നത്, നല്ല നല്ല സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ തന്നെ പുലരാറുണ്ട്? പ്രഭാതം പൊട്ടിവിടർന്നത് പോലെ അതെല്ലാം സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എന്ന് നമുക്ക് ബുഖാരിയിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12. അപ്പോൾ പിന്നെ നബി തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയാവുന്നതും റബീഉൽ അവ്വൽ 12. ആ പിന്നെ 40 വയസ്സ് പൂർത്തിയായ റബീഉൽ അവ്വൽ 12 മുതൽ 6 മാസം തുടർച്ചയായിട്ട് സ്വപ്നങ്ങളായിരുന്നു റസൂലുള്ളാഹിക്ക്. അപ്പോൾ എത്രയായി? റബീഉൽ അവ്വൽ കഴിച്ചിട്ട് 6 മാസം പൂർത്തിയാൽ എത്രയായി എന്നപ്പോൾ? റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ. കണ്ടോ? അപ്പോൾ 6 മാസം പൂർത്തിയായി. ഇപ്പോൾ റമദാനിൽ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് കിട്ടുകയും ചെയ്ത്? വഹി ലഭിക്കുകയും ചെയ്ത്. കേട്ടോ? അപ്പോൾ വളരെ കൃത്യമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന് മുമ്പ് 40 പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ആളുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് ഉണർച്ചയിൽ വരുന്നതിന് മുമ്പ് 40 വയസ്സ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ആളുകൾ ഈ റബീഉൽ അവ്വലിൻ്റെയും പിന്നെ റമദാൻ്റെ ഇടയിൽ ചില്ലറ 6 മാസങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായ തഹ്ഖീഖായ വിവരണം 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബി വഹീൻ്റെ ആരംഭമായ നിലക്ക് ഏതുണ്ടായിട്ടുണ്ട്? മനാമുകൾ, നല്ല സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് റബീഉൽ അവ്വൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ 40 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെയാണ് വഹീൻ്റെ ആരംഭം ഉണ്ടായതെന്ന് വെക്കാം. അതിൽ യാതൊരു ഖിലാഫുമില്ല.
അപ്പോൾ സംഗതി മനസ്സിലായോ പറഞ്ഞത്? സംഗതി മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? അതമ്മ കബിലൽ വഹി അർബഈന വഉംറുഹു ഖദ് ജാവസ സിത്തീന. വഹീൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വഹീൻ്റെ മുമ്പ് 40 പൂർത്തി ഉറപ്പന്നെ അത് സ്വപ്നമടക്കമുള്ളതായ വഹീൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ നിലക്ക് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. വഉംറുഹു ഖദ് ജാവസ സിത്തീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 60 വിട്ട് കടന്നിട്ടുണ്ട്. 60 വിട്ട് കടന്ന 60 അപ്പോൾ അത്ര 63. ഈ 60 63 60 വിട്ട് കടന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ 3 ചുരുക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. അതും പെടുന്നുണ്ട്. വഹി ലഭിച്ചതിന് ശേഷം 3 വർഷത്തോളം പിന്നെ വഹി ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ടെന്നുള്ള. വഹി വരാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളം പിന്നെ ഫത്രത്തുൽ വഹി എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. വഹി ഇങ്ങനെ നിശ്ചലമായി കഴിഞ്ഞ വഹി ഇങ്ങനെ തണുത്തുപോയ ഫുത്തൂറായ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതാണ് 3 വർഷം. ആ വർഷം കൂടാതെ വഹി നിരന്തരമായി ലഭിച്ചുകൊണ്ടിരുന്ന വയസ്സ് നോക്കുമ്പോൾ എത്രയാണ്? 60. അപ്പോൾ ഈ വർഷം അടക്കമുള്ള ഈ പിന്നെ വഹി നിലച്ചു പോകാതിരിക്കുന്ന 3 വർഷം കൂട്ടുമ്പോൾ എത്രയായി തീർന്ന്? 63 തീർന്ന്. അപ്പോൾ ഇങ്ങനെ ഈ കണക്ക് കൂട്ടുന്നതിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വേറിച്ച് കണക്ക് കൂട്ടുന്നതിൽ വരുന്ന ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 63 വയസ്സായിട്ടില്ല എന്നുള്ളതായിരിക്കും ഖിലാഫുള്ളതായിട്ട് കണ്ടിട്ടില്ല. വഅംറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് ഖദ് ജാവസ സിത്തീന 60 വിട്ട് കടന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞു നോക്കുക അതിൻ്റെ ശാരീരങ്ങൾ. പിന്നെ വേറൊരു വിഷയം ഇതിൽ മനസ്സിലാക്കാനുള്ളത്, നബിയുടെ നുബുവത്തും റിസാലത്തും ഒന്നിച്ചാണോ അതല്ല വേറിട്ടിട്ടാണോ എന്നുള്ളതാ. നബിയുടെ റിസാലത്തും നുബുവത്തും നമ്മൾ മുമ്പ് ഒരു വിഷയം പറഞ്ഞു. നബി എന്നാണ് റസൂലായത്, നബി എന്നാണ് നബിയായത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, നോക്കട്ടെ. എത്രാം വയസ്സിലാണ് അള്ളാഹുവിൻ്റെ റസൂലായത്? എത്രാം വയസ്സിലാണ് അള്ളാഹുവിൻ്റെ റസൂലായത്? മറുപടി വരട്ടെ. എല്ലാവരും കേൾക്കുന്നവരൊക്കെ ഒന്ന് അടിക്കി. 43 40 43 ആട്ടെ. ഒരു പിന്നെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായത് 43-ാം വയസ്സിലാണ്. നബി ആയതോ നബി ആയത് 40-ാം വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നത് 40-ാം വയസ്സിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, വഹീൻ്റെ മുമ്പ് 40 വയസ്സ് പരിപൂർണമായിട്ടുണ്ട്. അപ്പോൾ 40 വയസ്സ് പരിപൂർണമായപ്പോഴാണ് വഹി ലഭിച്ചത്. വഹി ലഭിച്ചാൽ തന്നെ എന്തായി തീർന്നത്? പ്രവാചകനായില്ലേ, നബിയായി. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വഹി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം വന്നത് അത് 3 വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേത് സൂറത്തോടു കൂടിയാണ്? മുദ്ദസിർ സൂറത്തുണ്ടല്ലോ, യാ അയ്യുഹൻ നബിയ്യു ഖും ഫഅൻദിർ, ഇൻദാർ എന്ന് എഴുന്നേൽക്കുക, ജനങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകി വിവരങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഇൻദാറിൻ്റെ മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ള കൽപ്പന വന്നതോടുകൂടിയാണ് റിസാലത്ത് നബി റസൂലാത്. അത് 3 വർഷത്തിന് ശേഷമാണ് എന്ന് ഇതിങ്ങനെ വ്യത്യാസപ്പെടുത്തി പറയുന്ന ആളുകൾ നബിയുടെ റിസാലത്ത് 43-ാം വയസ്സിലാണെന്നും നബിയുടെ നുബുവത്ത് ആണ് 40 വയസ്സ് കിട്ടിയതെന്നും പറയുന്നുണ്ട്. എന്നാൽ ചിലർക്ക് പറയുന്നത് എന്താ വെച്ചാൽ രണ്ടും ഒരേ സമയത്ത് തന്നെ, വ്യത്യാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് ചില ആളുകളൊക്കെ പറഞ്ഞത്. അതാണ് സഹീഹ അഭിപ്രായം എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലാട്ടെ, പിന്നെ ഇബ്നു അബ്ദുൽ ബറിനും അത് ഒരാൾക്കും ചില ഉലമാക്കളൊക്കെയാണ് 43-ാം വയസ്സിലാണ് അള്ളാഹുവിൻ്റെ റസൂലായതിട്ടുണ്ട്. അതിന് മുമ്പ് നബി ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ 40-ാം വയസ്സിൽ തന്നെ നബി അള്ളാഹുവിൻ്റെ റസൂല് നബിയും റസൂലുമായിട്ടുണ്ടെന്ന് പറയുന്നവർ ഇപ്പം എന്ത് ചെയ്യും? ഇവർ പറഞ്ഞ ന്യായത്തിന് അവർ പറയും സൂറത്ത് സൂറത്ത് ഇതുണ്ടല്ലോ, സൂറത്തുൽ അലഖ്, ഇഖ്റ എന്നുള്ള ആദ്യത്തെ ഇറങ്ങിയ സൂറത്ത് ഇഖ്റ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ ഓതുക. ആ ഓതുക എന്നുള്ളത് ആരോട് ഓതി കൊടുക്കാനാണ് പറഞ്ഞത് എന്നാണ്? നബിയെ നിങ്ങളെ ജനതയുടെ മേൽ ഓതി കൊടുക്കുക.
ഞാൻ നിങ്ങൾക്ക് ശേഷം വെളിവാക്കാൻ പോകുന്നതായ പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശം. അപ്പം അന്ന് തന്നെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ എന്നാണ് ആദ്യം പറഞ്ഞ അഭിപ്രായക്കാരെ പറയുന്ന ന്യായം. ഏതായാലാവട്ടെ, ആ രണ്ട് ന്യായങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള അപാകതല്ല, നമുക്ക് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. 3 വർഷം കഴിഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കുക. രണ്ടും ആ വിഷയങ്ങൾ രണ്ടും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത്. അതിൽ നമുക്ക് എന്തില്ല, ഒരു പ്രത്യേകമായ ഹുക്കുമൊന്നും അതിൽ വരുന്നില്ല. ഏതായാലാവട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമായിട്ട് മക്കയിൽ എത്ര വർഷമാണ് ജീവിച്ചത്? അത് നമ്മൾ നോക്കുക. വഹി ലഭിച്ചുകൊണ്ട് എത്ര വർഷം ജീവിച്ചു? എത്ര വർഷം മക്കയിൽ ജീവിച്ചു? നമുക്ക് അറിയുന്ന കാര്യം തന്നെ, എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്. എത്ര വർഷം മക്കയിൽ ജീവിച്ചോ? നുബുവത്ത് ലഭിച്ചതിന് ശേഷം. മക്കയിൽ മൊത്തം ജീവിച്ചതല്ല ചോദിക്കുന്നത്. നുബുവത്ത് ലഭിച്ചതിന് ശേഷം 13 വർഷം ജീവിച്ചു. മദീനയിൽ എത്ര വർഷം ജീവിച്ചു? എത്ര? 10 വർഷം ജീവിച്ചു. അപ്പം എത്രയായി? 10ഉം 13ഉം 23. 23ഉം 40ഉം 63. അതാണ് 63 വയസ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ മുസന്നിഫ് പറഞ്ഞ എന്താണ്? വഅംറുഹു ഖജാവസ സിത്തീന. കണ്ടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് 60 വിട്ട് കടന്നിട്ടുണ്ട്. ഇത് 63 പറയാൻ അത് പറഞ്ഞല്ലോ. 3 വർഷം വഹി ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ടെന്നുള്ള അല്ലേ പറഞ്ഞല്ലോ. മക്കയിൽ വെച്ചുകൊണ്ട് വഹി ലഭിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിന് പിന്നീട് വഹി വരാതെ 3 വർഷത്തോളം വഹി വരാതെയായി. ഇതിനൊക്കെ പല ഹിക്കമ്പത്തും നമ്മൾ മുമ്പ് ആ വഹിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല? അപ്പോൾ ഈ വഹി എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ചില ചിന്തകളോ ആശയങ്ങളോ അല്ല. അത് പുറം ലോകത്തു നിന്നുള്ള ഇടപെടലുകളാകുന്നു. അതൊരു അദൃശ്യ ശക്തിയുടെ ഇടപെടലുകൾ അതിലുണ്ട്. പ്രവാചകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വരുന്നതും പോകുന്നതും പ്രവാചകൻ്റെ സ്വന്തം ആശയങ്ങളോ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതിൽ വന്ന് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നതോ ഒന്നല്ല വഹി എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവൻ ഇഷ്ടപ്പെട്ടവൻ്റെ അടിയാറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചില സന്ദേശങ്ങളാകുന്നു എന്നുള്ളതിനെ അറിയിക്കാൻ വേണ്ടി. അങ്ങനെ പല അർത്ഥങ്ങളും ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വഹി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജൂതലോബികളും സയനിസ്റ്റുകളും അതുപോലെ ഓറലിസ്റ്റുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ചില ഈ വിഗ്രഹാരാധനയോടുള്ളായിരിക്കുന്ന ഒരു വെറുപ്പ് മൂലമുണ്ടായ അതിനെതിരിലായിരിക്കുന്ന ചില ചിന്തകളായിരുന്നു, അവിടെ ചില അഫ്കാറുകളായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനൊക്കെ മറുപടി എന്നും അങ്ങനെയാണ് എന്ത് റസൂലുള്ളാഹിക്ക് 3 വർഷം എന്തുകൊണ്ട് നബിയുടെ ചിന്തകളൊക്കെ പാറിപ്പോവുകയും പിന്നീട് വന്നതായിരുന്നു? അതല്ല, അതിലൊക്കെ ഇത്ര എല്ലാ ആളുകൾക്കും മറുപടി പരിശുദ്ധ ഖുർആനിലുണ്ട്. 3 വർഷം പിന്നെ ഒരു വഹി ലഭിച്ചില്ല. ഇത്രത്തോളം റസൂലുള്ളാഹിക്ക് ജിബ്രീലിനെ കാണാനായിട്ട് വളരെ വിഷമമായി, വളരെ പ്രയാസപ്പെട്ട്. എന്താ സംഭവിക്കുന്നത് അറിയില്ല, വളരെ വിഷമിച്ചില്ലേ. പല സംഭവങ്ങളും നമുക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അപ്പം ഈ 3 വർഷം ഒഴിവാക്കിയിട്ടാണ് ഇവരെന്ത് കൂട്ടിയിരിക്കുന്നത്? വഹിയില്ലാത്തതായിരിക്കുന്ന 3 വർഷം ഒഴിവാക്കിയിട്ട് കൂട്ടുമെത്രായി വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവിടുത്തെ വയസ്സ് എന്നായി. വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ അവിടുത്തെ വയസ്സ് 60. അപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ? അവിടുത്തെ വയസ്സ് വഹി ലഭിച്ചുകൊണ്ടിരുന്ന ആ വയസ്സ് 60 അങ്ങനെയാണ് കൂട്ടുക. അല്ലെങ്കിൽ ഇവിടെ ജാവസ സിത്തീന എന്ന് പറഞ്ഞാൽ 60 വിട്ടുകിടന്ന് പറഞ്ഞാൽ 63 എത്തിക്കുന്ന രൂപത്തിലാണ്. അങ്ങനെ കുഴപ്പമില്ല. ഏതായാലാവട്ടെ, ഷറഹിലൊക്കെ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് ഈ ഫത്രത്തുൽ വഹീൻ്റെ മുദ്ദത്ത് ഒഴിവാക്കിയിട്ടാണ് ഇവർ ഇങ്ങനെ 60 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഏതായാലാവട്ടെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ജീവിച്ചത് 13 വർഷമാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് 10 വർഷവുമാണ്. 63-ാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് വഫാത്തായിരിക്കുന്നത്. അപ്പം 40 വയസ്സിന് ശേഷമാണ് പ്രവാചകന് വഹി ലഭിച്ചത് എന്നുള്ളതിലും മക്കയിൽ 10 വർഷമാണ്
മദീനയിൽ 10 വർഷമാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ആർക്കും ഖിലാഫില്ല. പിന്നെ ഇതിലാ ഖിലാഫുള്ളൂ, നുബുവത്ത് ലഭിച്ചതിന് ശേഷം മക്കയിൽ എത്ര ജീവിച്ചു എന്നുള്ളതിലേ ഉള്ളൂ. അത് ചിലർ 10 എന്ന് പറയുന്നു, ചിലർ 13 എന്ന് പറയുന്നു. ഏതായാലും 13 പിന്നെ 10 എന്ന് പറയുന്നുള്ള ന്യായം നമ്മൾ പറഞ്ഞു എന്ന് അങ്ങനെ നോക്കുമ്പോൾ അതൊരു അഭിപ്രായ വ്യത്യാസം ഒരു പിന്നെ കയമ്പുള്ളതായ അഭിപ്രായ വ്യത്യാസമല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ബൈജൂരി തങ്ങൾ മവാഹിബുൽ ദുനിയയിൽ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. നമ്മുടെ സമയം, അനുവദിക്കപ്പെട്ട സമയം കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിന് വേണ്ടി ഉള്ള പിന്നെ സമയമായി കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടതിനെയും പറഞ്ഞതിനൊക്കെ അവൻ നമ്മൾ ഇന്നൊക്കെ സാലിഹ അമലെ സ്വീകരിക്കട്ടെ. വല്ല തെറ്റോ അബദ്ധങ്ങളൊക്കെ വന്നുള്ള അള്ളാഹു നമുക്കൊക്കെ പുറത്തു തന്ന് കൂടുതൽ കാലനാഫിയാലും പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അരുളി പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരുടെ ദുആയിലും ഉണ്ടാവണമെന്ന് വസിയത്തോടെ ഇതുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.